നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ SIT ഇന്ന് സാക്ഷികളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. മർദ്ദന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ ജയ്ഹിന്ദ് TV ക്യാമറമാൻ ജോജി ജോസഫ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ 4 പേർ എന്നിവരാണ് കേസിലെ സാക്ഷികൾ. പരാതിക്കാരായ ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരുടെ മൊഴി നാളെ രേഖപ്പെടുത്തും. സജോ ദേവസ്യ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. സജോ, ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി ഈ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു. ഷൗക്കത്ത് അലിയെ SITയുടെ തലവനായി നിശ്ചയിച്ചു. അതിവേഗ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. 30 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. അപ്പോൾ എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ ഇനി മുന്നോട്ടുള്ള പരിപാടികൾ? ഷിഹാസ്, പുനരന്വേഷണത്തിന് തുടക്കമാകുന്നു എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻ മുഖ്യമന്ത്രിയും നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ വാഹനത്തിന് നേരെയും കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് ക്രൂരമായ അതിക്രമം ഉണ്ടായത്. അതിൽ ഒരാൾ ഇന്ന് MLA ആണ്. നമുക്കറിയാവുന്ന പോലെ ആലപ്പുഴ MLA AD തോമസ് ആണ്. മറ്റൊരാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് ആണ്. KSU നേതാവ് AD തോമസ് MLA ആണ്. അവരുടെ പരാതിയാണ് നിലനിൽക്കുന്നത്. അവരുടെ മൊഴികൾ നാളെയായിരിക്കും രേഖപ്പെടുത്തുക. അതേസമയം ഇതിൽ മറ്റ് സാക്ഷികൾ കൂടിയുണ്ട്. ഒരാൾ ജയ്ഹിന്ദ് TVയുടെ ക്യാമറമാനാണ്. അതായത് ഈ കരിങ്കൊടി കാണിക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ അവിടെ പോയ ജയ്ഹിന്ദ് TVയുടെ ക്യാമറമാനാണ്. മറ്റ് 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടിയുണ്ട്. ഇവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുക. അതിനുശേഷം ഈ പരാതിക്കാരായ 2 പേരുടെയും മൊഴി രേഖപ്പെടുത്തുക. ഇതുകൂടാതെ ഈ കേസിൽ കാര്യമായ തെളിവില്ല എന്നതായിരുന്നു നേരത്തെ പോലീസിന്റെ ഒരു വാദം. അതേസമയം ഈ ദൃശ്യങ്ങൾ ശാസ്ത്രീയ അതായത് മൊബൈൽ ഫോൺ, ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വാങ്ങിക്കുക, അതിന്റെ മിറർ ഇമേജ് പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറും. അങ്ങനെ ദൃശ്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട തെളിവാകും, സാക്ഷിമൊഴികൾ ഒരു പ്രധാനപ്പെട്ട തെളിവാകും. അങ്ങനെ കാര്യമായ തെളിവില്ല എന്നായിരുന്നു നേരത്തെ വാദം. അങ്ങനെ പുനരന്വേഷണ റിപ്പോർട്ടായി തന്നെ കാര്യങ്ങൾ പോകും. അങ്ങനെ വരുമ്പോൾ ഇതിൽ കേസെടുത്ത് അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയും വിധമുള്ള സാഹചര്യം ഒരുങ്ങും എന്നൊരു വിലയിരുത്തൽ ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. SP ഷൗക്കത്ത് അലിക്കാണ് അന്വേഷണ മേൽനോട്ട ചുമതല. ഈ കാര്യത്തിൽ വിശദമായ തുടർ നടപടികളിലേക്ക് പോകാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനം ഈ സാക്ഷിമൊഴികളും അതോടൊപ്പം ഈ ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധന ഫലവും ഉൾപ്പെടുത്തിയുള്ള അന്വേഷണ റിപ്പോർട്ടിലേക്ക് പോകാൻ കഴിയും എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്ത് ആദ്യം തന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, അതായത് ഈ കേസ് പുനരന്വേഷിക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ UDF പ്രവർത്തകർക്കിടയിലും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ഉണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ച് നമുക്കറിയാവുന്നതുപോലെ രക്ഷാപ്രവർത്തനം എന്ന ന്യായീകരണമടക്കം പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും വലിയ രാഷ്ട്രീയ ചർച്ച അതിനെ കേന്ദ്രീകരിച്ച് ഉണ്ടാവുകയും ചെയ്തതാണ്. സ്വാഭാവികമായും അങ്ങനെ പുതിയൊരു SIT വരുന്നു. ആ SIT രൂപീകരണം വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ പുനരന്വേഷണത്തിലേക്ക് പോകുന്നു. അതിന്റെ ആദ്യ നടപടിയിലേക്ക് ഇന്ന് കടക്കുന്നു എന്നാണ് ഇതിലൊരു സവിശേഷമായ കാര്യം. സ്വാഭാവികമായി അതിന് നിയമപരമായും അതിനുമേറെ അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി കൂടി നവകേരള സദസ്സിന്റെ ആ ഒരു ശോഭ തന്നെ കെടുത്തിയ ഒരു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമായിരുന്നു. രക്ഷാപ്രവർത്തനമാണ് നടന്നത് എന്നുള്ളത്. അത് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നൊരു മുറിവ് തന്നെയാണ്. എന്താണെങ്കിലും അന്ന് തല്ലുകൊണ്ട KSU നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് AD തോമസ് ഇപ്പോൾ MLA ആയി നിയമസഭയിലുണ്ട്. അതിവേഗ അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് SIT.